റേഡിയോ ലൈവ് ന്യൂസ് അപ്ഡേറ്റ് brought to you by ജോസ്കോ ജുവലേഴ്സ് ഷോറൂമുകളിൽ സ്വർണ്ണ വജ്രാഭരണങ്ങൾക്ക് ഓഫറുകളുടെയും സമ്മാനങ്ങളുടെയും വിരുന്നൊരുക്കി ജൂൺ 21 മുതൽ ഗ്രാൻഡ് NRI ഗോൾഡൻ ഫെസ്റ്റ്. നമസ്കാരം, ലൈവ് ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. വാർത്തകളുമായി അരുൺ. വിദേശ കുറ്റവാളികൾക്കെതിരെ കടുത്ത നടപടികളുമായി UK സർക്കാർ. UKയിലെ കോടതികൾ ശിക്ഷിച്ച വിദേശ കുറ്റവാളികളെ ഇനി നാടുകടത്തും. സർക്കാർ പ്രഖ്യാപിച്ച പദ്ധതി അനുസരിച്ച് അവരുടെ ജയിൽ ശിക്ഷയുടെ 39% പകരം അവരെ UKയിൽ നിന്ന് നാടുകടത്താനാണ് ആലോചന. മിക്ക വിദേശ തടവുകാരെയും ശിക്ഷിക്കപ്പെട്ട് ജയിലിലിട്ടാൽ ഉടൻ നാടുകടത്താൻ സർക്കാരിന് അധികാരം നൽകുന്ന നിയമനിർമ്മാണത്തിന് ജസ്റ്റിസ് സെക്രട്ടറി ഷബാന മഹ്മൂദ് നിർദ്ദേശം നൽകി. നീണ്ട ശിക്ഷ ലഭിച്ച വിദേശ തീവ്രവാദികളും കൊലപാതകികളും ഗുരുതര കുറ്റവാളികളും UKയിൽ നീണ്ട ശിക്ഷ തന്നെ അനുഭവിക്കണം. വിദേശ കുറ്റവാളികളെ നാടുകടത്താനുള്ള തീരുമാനമെടുക്കാനുള്ള അധികാരം ജയിൽ ഗവർണർമാർക്കുണ്ടാകും. രാജ്യത്തിന് ഭീഷണിയുണ്ടാക്കുന്ന കുറ്റവാളിയാണോ എന്നതുൾപ്പെടെ പരിഗണിക്കും. നാടുകടത്തപ്പെട്ട കുറ്റവാളികൾക്ക് പിന്നീട് രാജ്യത്തേക്ക് പ്രവേശനം അനുവദനീയമല്ല. ജയിലിൽ കഴിയുന്ന വിദേശ കുറ്റവാളികൾക്ക് ചെലവാക്കുന്ന പണം കുറയ്ക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നത്. ജയിലിൽ 12% വിദേശ കുറ്റവാളികളാണ് ഇപ്പോൾ ഉള്ളത്. ജയിലിൽ കുറ്റവാളികളുടെ എണ്ണം കൂടിയതും സർക്കാരിന്റെ തീരുമാനം കർശനമാക്കാൻ ഒരു കാരണമായി മാറിയിട്ടുണ്ട്. അയർലൻഡിൽ ഇന്ത്യക്കാർക്ക് നേരെയുള്ള ആക്രമണം തുടരുന്നു. 22 വർഷമായി അയർലൻഡിൽ കഴിയുന്ന ഇന്ത്യൻ വംശജനായ 51കാരന് നേരെയാണ് ഏറ്റവും ഒടുവിൽ ആക്രമണമുണ്ടായത്. ഡബ്ലിനിലെ ഹോട്ടലിൽ ഷെഫായ ലക്ഷ്മൺ ദാസിനെ ക്രൂരമായി മർദ്ദിച്ച ശേഷം അക്രമി സംഘം ഇദ്ദേഹത്തെ കൊള്ളയടിച്ച് കടന്നുകളഞ്ഞു. 4 ദിവസം മുൻപ് മലയാളിയായ 6 വയസ്സുകാരി വംശീയ മർദ്ദനത്തിന് ഇരയായതിന് പിന്നാലെയാണ് ഈ സംഭവം. ബുധനാഴ്ച പുലർച്ചെയാണ് 3 പേരുടെ സംഘം ഇദ്ദേഹത്തെ ആക്രമിച്ചതെന്ന് പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഐറിഷ് പൗരനായ ഇദ്ദേഹത്തിന്റെ പക്കൽ നിന്നും ഫോണും പണവും ഇദ്ദേഹം ഉപയോഗിച്ചിരുന്ന ഇലക്ട്രിക് ബൈക്കും അക്രമി സംഘം കവർന്നു. സൗത്ത് ഡബ്ലിനിലെ ഷെർലമോൺ പ്ലേസിൽ വെച്ചാണ് ലക്ഷ്മൺ ദാസ് ആക്രമിക്കപ്പെട്ടത്. അതേസമയം മോഷണം മാത്രമായിരുന്നു ആക്രമണത്തിന്റെ ഉദ്ദേശമെന്നും വംശീയ അതിക്രമമില്ല എന്നുമാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ആക്രമണത്തിൽ സാരമായി പരിക്കേറ്റ ലക്ഷ്മൺ ദാസിനെ സെന്റ് വിൻസെന്റ് ആശുപത്രിയിലേക്ക് മാറ്റി. ചികിത്സയ്ക്ക് ശേഷം ബുധനാഴ്ച വൈകിട്ടോടെ ആശുപത്രി വിട്ട ഇദ്ദേഹം ഇപ്പോൾ വീട്ടിൽ വിശ്രമത്തിലാണ്. കാലുകളിലും കൺപോളയിലും കയ്യിലുമാണ് ഇദ്ദേഹത്തിന് പരിക്കേറ്റിരിക്കുന്നത്. കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് കോട്ടയംകാരുടെ 6 വയസ്സുകാരിയായ മകൾക്ക് നേരെ ഡബ്ലിനിൽ തന്നെ അതിക്രൂരമായ വംശീയാക്രമണം നടന്നത്. ഒരു സംഘം ആൺകുട്ടികൾ ഈ കുട്ടിയെ ക്രൂരമായി മർദ്ദിക്കുകയും സൈക്കിൾ ഉപയോഗിച്ച് കുട്ടിയുടെ രഹസ്യഭാഗങ്ങൾ ഇടിക്കുകയും ചെയ്തിരുന്നു. വീടിന് വെളിയിൽ കൂട്ടുകാർക്കൊപ്പം കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കുട്ടി. ആക്രമണം നടത്തിയ 12നും 14നും ഇടയിൽ പ്രായമുള്ള ആൺകുട്ടികളാണ് എന്ന് ആക്രമണത്തിനിരയായ കുട്ടിയുടെ അമ്മ പറയുന്നു. 80 വയസ്സുള്ള ഇന്ത്യക്കാരനെ പാർക്കിൽ വെച്ച് കൗമാരക്കാർ തല്ലിക്കൊന്നതിലേക്ക് നയിച്ചത് പോലീസിന്റെ നിഷ്ക്രിയത്വമെന്ന് ആരോപണം. ഇന്ത്യൻ വംശജൻ ഭീം കോഹ്ലി കൊല്ലപ്പെട്ട കേസിലാണ് വെളിപ്പെടുത്തൽ. ഷിഫ്റ്റ് പാറ്റേണും ബാങ്ക് ഹോളിഡേയും ചേർന്ന് വന്നതോടെ പോലീസ് തങ്ങൾക്ക് ലഭിച്ച വിവരങ്ങളിൽ ഒരു നടപടിയും സ്വീകരിക്കാതിരുന്നതാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് ഇരയുടെ മകൾ വ്യക്തമാക്കുന്നത്. സെപ്റ്റംബറിൽ നടന്ന ആക്രമണത്തിൽ 14കാരനായ ആൺകുട്ടിയാണ് കൂട്ടുകാരിയെ സാക്ഷിയാക്കി 80കാരനായ കോഹ്ലിയെ അതിക്രൂരമായി മർദ്ദിച്ചത്. ഇതിന് 2 ആഴ്ച മുൻപ് മറ്റൊരു ഏഷ്യക്കാരനെ മറ്റ് 2 ആൺകുട്ടികൾ ചേർന്ന് മർദ്ദിക്കുകയും വംശീയമായി അധിക്ഷേപിക്കുകയും ചെയ്തതിന് അദ്ദേഹം സാക്ഷിയായിരുന്നു. ഇപ്പോൾ മകൾ സൂസൻ കോഹ്ലിക്ക് പോലീസ് കൈമാറിയ റിപ്പോർട്ടിലാണ് മുൻപത്തെ അക്രമ സംഭവത്തിലെ പ്രതികളെ തിരിച്ചറിഞ്ഞെങ്കിലും കോഹ്ലിയുടെ മരണം നടക്കുന്നതുവരെ ഇവരെ അറസ്റ്റ് ചെയ്തില്ലെന്ന് വെളിപ്പെടുത്തിയത്. സാമൂഹ്യവിരുദ്ധ പെരുമാറ്റം തിരിച്ചറിയാൻ സംഘടനാപരമായ പഠനം ആവശ്യമാണെന്ന് ലെസ്റ്റർ പോലീസ് അഭിപ്രായപ്പെട്ടു. ലെസ്റ്റർഷെയർ ബ്രൗൺസ്റ്റോൺ ടൗൺ ഫ്രാങ്ക്ലിൻ പാർക്കിന് സമീപത്ത് വെച്ചാണ് കോഹ്ലി ക്രൂരമായി ആക്രമണത്തിന് ഇരയായത്. ഇതിന് 2 ആഴ്ച മുൻപ് ഇതേ സ്ഥലത്ത് വെച്ച് മറ്റൊരാൾ സമാനമായി ആക്രമിക്കപ്പെട്ടു. പോലീസ് ഈ വിഷയത്തിൽ നടപടി സ്വീകരിച്ചിരുന്നെങ്കിൽ പിതാവ് ജീവനോടെ ഉണ്ടാകുമായിരുന്നുവെന്നാണ് മകൾ പറയുന്നത്. ഈ ആഴ്ചയിലെ A-ലെവൽ ഫലങ്ങൾ പുറത്തു വരുമ്പോൾ ഗ്രേഡുകൾ കുത്തനെ കൂടുമെന്ന് റിപ്പോർട്ട്. ബക്കിംഗ്ഹാം യൂണിവേഴ്സിറ്റിയിലെ സെന്റർ ഫോർ എഡ്യൂക്കേഷൻ ആൻഡ് എംപ്ലോയ്മെന്റ് റിസർച്ചിന്റെ പേപ്പറിലാണ് ഉന്നത ഗ്രേഡുകൾ മഹാമാരിക്ക് മുൻപത്തെ നിലയിലായിരിക്കുമെന്ന് കണ്ടെത്തിയത്. 28% എൻട്രികളും A അല്ലെങ്കിൽ A ഗ്രേഡ് നേടുമെന്നാണ് പറയുന്നത്. ഗ്രേഡുകൾ പെരുപ്പിച്ചു കാണിക്കുന്ന രീതി വീണ്ടും തിരിച്ചെത്തുകയാണെന്ന് ആശങ്കയുള്ളതായി റിപ്പോർട്ട് തയ്യാറാക്കിയ പ്രൊഫസർ അലൻ സ്മിത്തേഴ്സ് വ്യക്തമാക്കി. ഈ സ്ഥിതി നിയന്ത്രിച്ച് നിർത്തിയ ശേഷമാണ് ഈ തിരിച്ചുപോക്ക്. വ്യാഴാഴ്ച ഫലങ്ങൾ പുറത്തു വരുമ്പോൾ ആയിരക്കണക്കിന് 6th ഫോമേഴ്സാണ് A-ലെവൽ ഫലങ്ങൾ നേടുക. തങ്ങൾക്ക് യൂണിവേഴ്സിറ്റി സീറ്റ് കിട്ടുമോ എന്ന് ഇതിൽ നിന്നും ഇവർക്ക് മനസ്സിലാക്കാം. കഴിഞ്ഞ വർഷം 27.8% എൻട്രികൾക്കാണ് A അല്ലെങ്കിൽ A സ്റ്റാർ ലഭിച്ചത്. 2020 മുതൽ 2022 വരെയുള്ള മഹാമാരി വിഴുങ്ങിയ വർഷങ്ങൾ ഒഴിച്ചുള്ള ഉയർന്ന റെക്കോർഡാണിത്. 2023 27.2%, 2019 25.4% ഉയർന്ന സ്കോറുകാരുടെ എണ്ണം. UKയിലെ യുവസമൂഹത്തിന് കനത്ത ആഘാതമായി സ്ഥാപനങ്ങൾ തൊഴിലവസരങ്ങൾ ചുരുക്കിയത് റെക്കോർഡിടിവിൽ. ഉയർന്ന എംപ്ലോയ്മെന്റ് ചെലവുകൾ മൂലമാണ് രാജ്യത്തെ ബിസിനസ്സുകൾ ജോലിക്കാരെ എടുക്കുന്നത് റെക്കോർഡ് താഴ്ചയിലെത്തിച്ചതായി കണക്കുകൾ പുറത്തുവരുന്നത്. ഇതിനൊപ്പം സാമ്പത്തിക സ്ഥിതി മോശമാകുന്ന അവസ്ഥയും ഇരട്ടപ്രഹരമാണ് ഉണ്ടാക്കുന്നത്. 3 വ്യത്യസ്ത സർവേകൾ പുറത്തുവരുമ്പോഴാണ് ഹയറിംഗ്, ശമ്പളം, ബിസിനസ് ആത്മവിശ്വാസം എന്നിവ സംബന്ധിച്ച് മോശം ചിത്രം പുറത്തുവരുന്നത്. ഓട്ടം ബഡ്ജറ്റിൽ കൂടുതൽ വ്യക്തത വരുന്നത് വരെ കാത്തിരിക്കാനാണ് മേധാവികൾ ശ്രമിക്കുന്നത്. അടുത്ത 3 മാസത്തിൽ റിക്രൂട്ട്മെന്റ് നടത്താൻ കേവലം 57%
10% പ്രൈവറ്റ് സെക്ടർ എംപ്ലോയീസിനാണ് പദ്ധതിയുള്ളത്. 2024 ഓട്ടത്തിൽ 65% ഉണ്ടായിരുന്നതിൽ നിന്നുമാണ് ഈ ഇടിവ്. ഗവൺമെന്റ് പ്രഖ്യാപിച്ച 25 ബില്യൺ പൗണ്ട് എംപ്ലോയർ നാഷണൽ ഇൻഷുറൻസ് കോൺട്രിബ്യൂഷനും മറ്റ് ചെലവുകളും ഏപ്രിൽ മുതൽ നിലവിൽ വന്നിരുന്നു. അത് അഡ്ജസ്റ്റ് ചെയ്യാനാണ് എംപ്ലോയേഴ്സ് ഈ നിലപാട് സ്വീകരിക്കുന്നതെന്ന് ചാർട്ടേഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പേഴ്സൺ ആൻഡ് ഡെവലപ്മെന്റ് പറഞ്ഞു. ഇനി നാട്ടിലെ വാർത്തകൾ. സംസ്ഥാനത്ത് കുതിച്ചുയർന്ന വെളിച്ചെണ്ണ വിലക്കയറ്റം നിയന്ത്രണ വിധേയമാക്കാനുള്ള സർക്കാർ നടപടികൾ ഇന്ന് തുടങ്ങും. ഇന്നു മുതൽ സപ്ലൈകോ ഔട്ട്ലെറ്റുകൾ വഴി ലിറ്ററിന് 457 രൂപയ്ക്ക് വെളിച്ചെണ്ണ വിൽപ്പന ആരംഭിക്കുമെന്നും ഭക്ഷ്യ സിവിൽ സപ്ലൈസ് മന്ത്രി GR അനിൽ പ്രഖ്യാപിച്ചു. ഒരു കാർഡിന് 1 ലിറ്റർ മാത്രമായിരിക്കും വെളിച്ചെണ്ണ ലഭിക്കുക. സപ്ലൈകോയിൽ ശബരി വെളിച്ചെണ്ണയും 1 ലിറ്റർ ക്രമത്തിൽ വിൽക്കുമെന്ന് മന്ത്രി വ്യക്തമാക്കി. അധിക ലാഭം ഒഴിവാക്കാൻ സംരംഭകരുമായി നടത്തിയ ചർച്ചയ്ക്ക് ശേഷം കഴിഞ്ഞ ദിവസമാണ് ഭക്ഷ്യ സിവിൽ സപ്ലൈസ് മന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത്. കേരഫെഡ് ലാഭം ഒഴിവാക്കി സഹകരിക്കാമെന്ന് അറിയിച്ച മന്ത്രി കേരഫെഡ് ഹോൾസെയിൽ വില മാത്രമേ ഈടാക്കുന്നുള്ളൂ എന്ന് വിവരിച്ചിരുന്നു. അതേസമയം കഴിഞ്ഞ ദിവസം നടന്ന CPI തിരുവനന്തപുരം ജില്ലാ സമ്മേളനത്തിൽ വെളിച്ചെണ്ണ ഉൾപ്പെടെയുള്ള സാധനങ്ങളുടെ വിലക്കയറ്റത്തിനെതിരെ മന്ത്രി GR അനിലിനെതിരെ രൂക്ഷ വിമർശനമുണ്ടായിരുന്നു. വിലക്കയറ്റ കാലത്ത് ഭക്ഷ്യവകുപ്പ് നോക്കുകുത്തിയാണെന്നും വില നിയന്ത്രിക്കുന്നതിന് ഇടപെടൽ ഉണ്ടായില്ല എന്നടക്കമുള്ള വിമർശനം ഉയർന്നിരുന്നു. 13 ഇന അവശ്യ സാധനങ്ങൾക്ക് വില കൂട്ടില്ലെന്ന സർക്കാർ വാഗ്ദാനം പാഴ്വാക്കായെന്നും വെളിച്ചെണ്ണ വില വർധനവ് നാണക്കേടാണെന്നും സമ്മേളനത്തിൽ പ്രതിനിധികൾ വിമർശനം ഉന്നയിച്ചു. കുറഞ്ഞ വിലയിൽ നല്ല എണ്ണ പൊതുവിപണിയിൽ കിട്ടും, പിന്നെ എന്തിന് കേരയുടെ എണ്ണ വാങ്ങണമെന്നുള്ള ചോദ്യമടക്കം ഉയർന്നു. അതേസമയം സർക്കാരിനും CPM-നുമെതിരെയും കടുത്ത വിമർശനമാണ് ജില്ലാ സമ്മേളനത്തിൽ ഉയർന്നത്. സർക്കാരിന് ഇടതുപക്ഷ സ്വഭാവം നഷ്ടപ്പെടുകയാണ്. ഇടത് സർക്കാരിനെ പോലെ അല്ല പല കാര്യങ്ങളും തീരുമാനങ്ങൾ. ഗവർണറുടെ വിഷയത്തിൽ CPM-ന് ഇരട്ടത്താപ്പാണ്. ഗവർണർക്കെതിരെയുള്ള പോരാട്ടത്തിൽ ആത്മാർത്ഥതയില്ല. നിലപാടുകളിൽ CPM വെള്ളം ചേർക്കുകയാണെന്നും വിമർശനം ഉയർന്നു. ബീഹാറിൽ നടപ്പാക്കി വിവാദമായ വോട്ടർ പട്ടിക പരിഷ്കരണം കേരളത്തിലും ഉടനുണ്ടാകും. നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുൻപ് എല്ലാ സംസ്ഥാനങ്ങളിലും പട്ടിക പരിഷ്കരിക്കണമെന്ന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്. കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശം കാത്തിരിക്കുകയാണ് കേരളം. വീഴ്ചകൾ ഒഴിവാക്കി കൂടുതൽ കരുതലോടെയായിരിക്കും കേരളത്തിലെ നടപടികൾ. പരിഷ്കരണം സംബന്ധിച്ച് കമ്മീഷനിൽ നിന്ന് നിർദ്ദേശമൊന്നും ലഭിച്ചിട്ടില്ലെന്നും തിരഞ്ഞെടുപ്പിന് മുൻപ് പുതുക്കലുണ്ടാകുമെന്നും മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ ഡോക്ടർ രത്തൻ യു ഗേൽക്കർ പറഞ്ഞു. പുതുക്കലിന് മാർഗരേഖ ഉടനെ ഇറക്കും. യമൻ ജയിലിൽ കഴിയുന്ന മലയാളി നഴ്സ് നിമിഷപ്രിയയുടെ വധശിക്ഷ ഉടൻ നടപ്പാക്കണമെന്നാവശ്യപ്പെട്ട് കൊല്ലപ്പെട്ട യമൻ പൗരൻ തലാൽ അബ്ദോ മഹദിയുടെ സഹോദരൻ അബ്ദുൽ ഫത്താ മഹദി മധ്യസ്ഥതയ്ക്കോ ഒത്തുതീർപ്പിനോ ഇല്ലെന്ന് യമൻ ഡെപ്യൂട്ടി ജനറലിനെ അറിയിച്ചതായി തലാലിന്റെ സഹോദരൻ വ്യക്തമാക്കി. ഇക്കാര്യം വ്യക്തമാക്കി സമർപ്പിച്ച കത്തുൾപ്പെടെ തലാലിന്റെ സഹോദരൻ ഫേസ്ബുക്ക് പോസ്റ്റിൽ പങ്കുവച്ചു. യമൻ ഡെപ്യൂട്ടി അറ്റോർണി ജനറലുമായി തലാലിന്റെ കുടുംബം കൂടിക്കാഴ്ച നടത്തിയെന്നും വധശിക്ഷാ തീയതി ഉടൻ തീരുമാനിക്കണമെന്ന് ആവശ്യപ്പെട്ടുവെന്നും അബ്ദുൽ ഫത്താ മഹദി ശനിയാഴ്ച സമൂഹ മാധ്യമത്തിലെ കുറിപ്പിലൂടെ അറിയിച്ചു. നിമിഷപ്രിയയുടെ വധശിക്ഷ ജൂലൈ 16 നടപ്പാക്കുമെന്ന് നേരത്തെ അറിയിച്ചിരുന്നു. എന്നാൽ വധശിക്ഷ മാറ്റിയ ശേഷം 3ാം തവണയാണ് വധശിക്ഷയിൽ നിലപാട് കടുപ്പിച്ച് തലാലിന്റെ കുടുംബം കത്ത് നൽകുന്നത്. കുടുംബം ഒരു തരത്തിലുമുള്ള മധ്യസ്ഥതയ്ക്ക് തയ്യാറല്ലെന്നും ദയാദനം വേണ്ടെന്നുമാണ് തലാലിന്റെ സഹോദരൻ വ്യക്തമാക്കുന്നത്. വധശിക്ഷയിൽ തലാലിന്റെ കുടുംബം നിലപാട് കടുപ്പിക്കുന്ന സാഹചര്യത്തിൽ നിമിഷപ്രിയയുടെ മോചനം കൂടുതൽ സങ്കീർണമാകുമെന്നാണ് വിലയിരുത്തൽ. ഇനി സ്പോർട്സ് വാർത്തകൾ. മഴ തടസ്സപ്പെടുത്തിയ ആവേശകരമായ മത്സരത്തിൽ പാകിസ്ഥാനെ 5 വിക്കറ്റിന് തോൽപ്പിച്ച് വെസ്റ്റ് ഇൻഡീസ് ഏകദിന പരമ്പരയിൽ 1-1 ഒപ്പമെത്തി. ബ്രയാൻ ലാറ സ്റ്റേഡിയത്തിൽ നടന്ന 2ാം ഏകദിനത്തിൽ ഡക്വർത്ത് ലൂയിസ് നിയമപ്രകാരം 35 ഓവറിൽ 181 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന വെസ്റ്റ് ഇൻഡീസ് റോസ്റ്റൺ ചേസിന്റെ തകർപ്പൻ പ്രകടനത്തിന്റെ ബലത്തിലാണ് വിജയം നേടിയത്. 47 പന്തിൽ പുറത്താവാതെ 49 റൺസ് നേടിയ ചേസ് ജസ്റ്റിൻ ഗ്രീവിഷുമായി ചേർന്ന് നിർണായകമായ 77 റൺസിന്റെ കൂട്ടുകെട്ട് പടുത്തുയർത്തി. ഒരു ഘട്ടത്തിൽ 107/5 എന്ന നിലയിൽ പരിങ്ങിയ വെസ്റ്റ് ഇൻഡീസിനെ ഷെൽഫെയർ റുത്തർഫോർഡ് 33 പന്തിൽ 45 റൺസ് നേടി മത്സരത്തിലേക്ക് തിരികെ കൊണ്ടുവന്നു. എന്നാൽ അന്തിമ വിജയം ഉറപ്പിച്ചത് ചേസിന്റെ ശാന്തമായ ബാറ്റിംഗ് ആണ്. ഹസൻ അലിയെ ബൗണ്ടറി കടത്തിയാണ് ചേസ് ടീമിന് വിജയം സമ്മാനിച്ചത്. 117.96 ഇന്ത്യൻ രൂപയാണ് ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക്. ഇതോടെ ഇന്നത്തെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. അടുത്ത ബുള്ളറ്റിനുമായി വരും മണിക്കൂറുകളിൽ കേട്ടുമുട്ടാം. നന്ദി, നമസ്കാരം. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി റേഡിയോ ലൈം ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും. Radio Lime.